Hi guys, welcome back to our YouTube channel and you're watching Thrive with me. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഷോർട്ടിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഓരോരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ഫുൾ കോഴ്സ്. അപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന രീതിയിൽ ഇന്ന് ഞാൻ SDLC സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മാനുവൽ ടെസ്റ്റിങ്ങിൽ SDLC സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോയിൽ SDLCയും അതിൻ്റെ സ്റ്റെപ്സും ആണ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊപ്പം തന്നെ ഗൈസ്, ഇതൊരു അരമണിക്കൂറിൻ്റെ വീഡിയോ ആക്കി നിങ്ങൾ ലാഗ് എടുപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ എത്ര ഷോർട്ട് ആക്കാമോ അത്രയും ഷോർട്ട്, ഏറ്റവും കൂടുതൽ 10 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്നാലും ഞാൻ ഒരു 6-7 മിനിറ്റിൽ തീർക്കാൻ ശ്രമിക്കാം കേട്ടോ. കാരണം ഒരു 35 മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കൊടുക്കുന്ന ബേർഡിനേക്കാളും നിങ്ങൾക്ക് ഒരു ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ ഇതെടുത്ത് കണ്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ വീഡിയോ എടുത്ത് കാണുന്നതാണ് ഏറ്റവും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. കാരണം എനിക്കെപ്പോഴും അതായിരുന്നു ഇഷ്ടം. ഞാൻ പ്രിഫർ ചെയ്യുവാണെങ്കിലും അങ്ങനത്തതാണ് പ്രിഫർ ചെയ്യുള്ളൂ. അല്ലാതെ ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റൊക്കെ എനിക്കൊരു പീരീഡിലിരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിൽ കൂടുതൽ ഒരിക്കലും എനിക്കിരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റ് എന്ന് പറയുന്നത്. എനിക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുതൽ ഒരു സബ്ജക്റ്റ് തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്, എനിക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് പോകും. ചെറിയ നോയ്സ് ഉണ്ട്, അപ്പം അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അടുത്ത വരും വീഡിയോയിലുള്ള നമ്മൾക്കത് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് SDLCൻ്റെ സ്റ്റേജസൊക്കെ നോക്കാം. SDLC stands for Software Development Life Cycle. It has 7 stages. It's a step-by-step procedure to develop a new software. ഒരു ന്യൂ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റെപ്പ് പ്രൊസീജിയർ ആണിത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സിലൂടെ നമുക്കൊന്ന് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് കളക്ഷൻ ആണ്. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡി, ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ്, ഇൻസ്റ്റാളേഷൻ, മെയിൻ്റെനൻസ്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് കളക്ഷനിലോട്ടാട്ടോ പോകുന്നത്. റിക്വയർമെൻറ്റ് കളക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത്. റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുക, എവിടെ നിന്ന്? കസ്റ്റമർ സൈഡിൽ നിന്ന് നമ്മൾ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസാണ് ഇവിടെ നടക്കുന്നത്. കളക്ടിങ് ദ ഇൻഫോർമേഷൻ ഫ്രം കസ്റ്റമർ സൈഡ്, കളക്ടിങ് ദ ഡാറ്റ ഫ്രം കസ്റ്റമർ സൈഡ്, ഗ്യാതറിങ് ദ ഇൻഫർമേഷൻ ഫ്രം കസ്റ്റമർ സൈഡ്. അതായത് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി അത് എൻ്റെ സോഫ്റ്റ്വെയർ എന്താവുകയാണ്, ഒരു ബിഗ് ഫ്ലോപ്പിലോട്ട് പോവുകയാണ്. കാരണം ഇവിടെയാണ് മെയിനായിട്ട് കസ്റ്റമറിന് എന്തൊക്കെ റിക്വയർമെൻറ്റ് വേണമെന്ന് കൃത്യമായി കളക്ട് ചെയ്തില്ലെങ്കിൽ അഡപടലം പോയി നോർത്താൽ മതി ഗൈസ്. അപ്പം ഇത് മെയിനായിട്ടുള്ള കാര്യമായിട്ടോ. അപ്പോൾ ഇറ്റ്സ് ഡൺ ബൈ BA ആൻഡ് PA. അപ്പോൾ നിങ്ങൾ വിചാരിക്കും BAയും PAയും ആരാണ്? BA എന്ന് പറഞ്ഞാൽ ബിസിനസ് അനാലിസിസ്റ്റും PA എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് അനാലിസിസ്റ്റും. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ ഇതറിയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ഏതൊക്കെ ടൈപ്പ് കമ്പനീസാണ് ഉള്ളത്, അല്ലെങ്കിൽ കമ്പനീസിന് എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. 2 ടൈപ്പ് ഓഫ് കമ്പനീസാണുള്ളത്, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസും സർവീസ് ബേസ്ഡ് കമ്പനീസും. ഈ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദേ ഡെവലപ്പ് ദർ വോൺ സോഫ്റ്റ്വെയർ ആൻഡ് സെല്ലിംഗ് ടു അതേഴ്സ്. അതായത് അവരവരുടെ വോൺ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് അവരത് സെല്ല് ചെയ്യാണ്. ഈ നമുക്കറിയുന്ന മൈക്രോസോഫ്റ്റും അതേപോലെ തന്നെ ഗൂഗിളും ഒറാക്കിളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കമ്പനീസാണ്. ഇവിടെയാണ് നമ്മുടെ ആര് വർക്ക് ചെയ്യുന്നത്? PA വർക്ക് ചെയ്യുന്നത്. പുള്ളി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഈ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവരുവാണ്. ഇങ്ങനെ കൊണ്ടുവരുന്ന റിക്വയർമെൻറ്റ് ഏത് ഫോമിലായിരിക്കും? CRS ഫോമിലായിരിക്കും, കസ്റ്റമർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. കാരണം കസ്റ്റമേഴ്സിന് നമ്മുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയറിൻ്റെ ലാംഗ്വേജ് അറിയത്തില്ല. അപ്പോൾ അവർക്ക് അവരുടെ ലാംഗ്വേജിലാണ് അവർ തരിക. ഈ CRS ഫോമിലുള്ളത് PA എന്ത് ചെയ്യും? SRS ഫോമിലോട്ട് മാറ്റും. കസ്റ്റമർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, അതായത് കസ്റ്റമറിൻ്റെ ലാംഗ്വേജിലുള്ള ആ ഒരു ഡോക്യുമെൻറ്റ് SRS ഫോമിൽ, അതായത് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന ഫോമിലോട്ട് മാറ്റുന്നത് ആരാണ്? നമ്മുടെ PA ആണ്. PAയുടെ ഒരു ജോലി എന്ന് പറയുന്നത് അവിടെ അതാണ്. അപ്പോൾ നമ്മൾ സർവീസ് ബേസ്ഡ് കമ്പനീസിലോട്ട് വരുവാണ്. നെക്സ്റ്റ് ഈ സർവീസ് ബേസ്ഡ് കമ്പനിയിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? BA വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സർവീസ് ബേസ്ഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ദേ പ്രൊവൈഡ് സർവീസസ് ആൻഡ് ഡെവലപ്പ് സോഫ്റ്റ്വെയർ ഫോർ അതർ കമ്പനീസ് അക്കോർഡിംഗ് ടു ദർ റിക്വയർമെൻറ്റ്. അവരുടെ റിക്വയർമെൻറ്റ് വെച്ച് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തെടുക്കുന്ന ആളാണ് സർവീസ് ബേസ്ഡ് കമ്പനി. നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും സർവീസ് ബേസ്ഡ് കമ്പനിയിൽ ജോലി ചെയ്യാനുള്ളത്. ഇൻഫോസിസ്, വിപ്രോ, മൈക്രോസോഫ്റ്റ് അല്ലാട്ടോ, മൈക്രോസോഫ്റ്റ് പ്രൊഡക്ഷൻ ബേസ്ഡ് ആണ്.
അപ്പോൾ വിപ്രോ, TCS എന്ന് പറയുന്ന കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഈ കമ്പനീസൊക്കെ ചെയ്യുന്നത് ഇതാണ്. ഇവിടെയാണ് ആര് വർക്ക് ചെയ്യുന്നത്? BA വർക്ക് ചെയ്യുന്നത്. BA സെയിം സാധനം തന്നെയാണ് ചെയ്യുന്നത്. CRS ഫോമിലുള്ള, അതായത് കസ്റ്റമർ ലാംഗ്വേജിലുള്ള ഈ ഡോക്യുമെന്റിനെ സോഫ്റ്റ്വെയർ ലാംഗ്വേജിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇവിടെ BA ചെയ്യുന്നത്. BAയും PAയും ക്ലിയർ ആയല്ലോ. അപ്പോൾ റിക്വയർമെന്റ് കളക്ഷൻ ആര് ചെയ്യുന്നു? BA ചെയ്യുന്നു. BA ഓർ PA ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ CRS ഫോമിൽ നിന്ന് SRS ഫോമിലോട്ട് മാറ്റി ഈ ഡോക്യുമെന്റ് ആര്, അതായത് BA ഓർ PA നമ്മുടെ പ്രൊജക്ട് മാനേജറിനോടും നമ്മുടെ ഡെവലപ്പേഴ്സിനോടും ആർക്കിടെക്റ്റിനോടും ടെസ്റ്റ് എഞ്ചിനീയറിനോടും എന്താണ് ഡിസ്കസ് ചെയ്യുകയാണ്. അവരുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യുകയാണ്. അതാണ് ഈ BAയും PA റിക്വയർമെന്റ് കളക്ഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഹു ക്യാൻ ബിക്കം എ PA ഓർ BA, ആർക്കൊക്കെ ആവാൻ കഴിയുന്നല്ലേ? അപ്പോൾ 12+ ഇയേഴ്സ് ഒരു ഡൊമൈനിൽ തന്നെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡൊമൈൻ എക്സ്പേർട്ടിന് ഒരു BA ഒരു PA ഒക്കെ ആവാം. പിന്നെ ഒരു സീനിയർ ഡെവലപ്പറിന്, ഒരു സീനിയർ ടെസ്റ്റ് എഞ്ചിനീയറിന്, അതായത് 5+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ ടെസ്റ്റ് എഞ്ചിനീയറിനും ഒരു സീനിയർ ഡെവലപ്പറിനും എന്താവാം? ഒരു BAയോ PAയോ ഒക്കെ ആവാം. അപ്പം ഇവർക്കാണ് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് വരുവാണ്. അപ്പോൾ ഒരു 70% മുതൽ 80% വരെ ഒരു ക്രിട്ടിക്കൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഒരു ടെസ്റ്റ് എഞ്ചിനീയറിനെയോ ഡെവലപ്പറിനെയോ ഒരു സീനിയർ ടെസ്റ്റ് എഞ്ചിനീയറിനെയോ സീനിയർ ഡെവലപ്പറിനെയോ വെച്ച് ചെയ്യില്ല. നമ്മളതിനെ കൃത്യമായിട്ട് BAനെ തന്നെ വിടുകയുള്ളൂ. ഒരു ഡൊമൈൻ എക്സ്പേർട്ടിനെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്യുള്ളൂ. അതല്ല, ഒരു 20% 30% ഒക്കെ അത്രയ്ക്കുള്ള ഒരു പ്രൊജക്റ്റാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സീനിയർ ടെസ്റ്റ് എഞ്ചിനീയറിനെയും സീനിയർ ഡെവലപ്പറിനെയും ഒക്കെ ഇതിന് BA ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള റിക്വയർമെൻറ്റ് കളക്ഷൻ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാനൊരു വലിയ ടീച്ചിങ് എക്സ്പേർട്ടൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ എന്നെ ഒരു ഫ്രണ്ടിനെ പോലെ കാണാം. ഒരു ഫ്രണ്ടിനെ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയാട്ടോ ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഓക്കെ, ബൈ ഫ്രം ആദി.